ഈ വർഗീയ വിഷപ്പാമ്പിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിക്കാനാവില്ല. ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ, അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ്. കലാപ്രകടനങ്ങളെ ഈ വിധം ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. റാപ്പ് ഗായകൻ എന്നാണ് വേടൻ അറിയപ്പെടുന്നത്. റാപ്പിൻ്റെ പരിഭാഷ നിഘണ്ടുവിൽ നോക്കിയാൽ കാണാം, അത് നാടൻ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലപിക്കുന്ന ഒരു പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും നാടൻ പാട്ടുകൾ, എത്രയോ കാലമായി പാടിപ്പതിഞ്ഞ നാടൻ പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് വേടൻ മാത്രമല്ല, മറ്റു പലരും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ പോലും പാശ്ചാത്യ സംഗീതവുമായി മിക്സ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടികജാതിക്കാരനായിട്ടൊരു വേടൻ ഈ തരത്തിലുള്ള ഒരു റാപ്പ് സംഗീതം ആലപിച്ചതിൻ്റെ പേരിലാണ് ജാതി അധിക്ഷേപം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും അത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഇവിടെ ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല. ആ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു പ്രത്യേകത, അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ്. അവർ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും. ഇവിടെ പാലക്കാട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പാലക്കാടിനൊരു പഴയ ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധി അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ പാലക്കാട് നിന്നാണ് സനാതനികളുടെ കരിങ്കൊടി പ്രകടനം നടന്നത്. അന്ന് അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പട്ടികജാതിക്കാരാണ് എല്ലാ സ്വീകരണ പരിപാടികളിലും ഒത്തുചേർന്നത്, പിന്നാക്ക ജാതിക്കാർ എന്ന് മാത്രമല്ല ഉന്നത ജാതിയിൽപ്പെട്ട പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളും ഒക്കെ ഗാന്ധിയെ സ്വീകരിക്കാൻ ഒത്തുചേർന്നപ്പോൾ ഗാന്ധിജിക്കെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ആ സനാതനികളെ ഇവിടുത്തെ ജനങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തയാണ് അക്കാലത്തെ പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേ പാലക്കാട് വെച്ചിട്ടാണ് ആ സനാതനികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംഘപരിവാറിൻ്റെ പ്രതിനിധി, ഒരു പട്ടികജാതി യുവാവ്, തൻ്റെ പ്രതിഭയുടെ ഭാഗമായി, തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആലപിക്കുന്ന സംഗീത പരിപാടിയെപ്പോലും ആക്ഷേപിച്ചത്. ഇവിടെ പട്ടികജാതിക്കാരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. 2002 ഗുജറാത്തിലെ വംശഹത്യ നടന്നത്. ആ വംശഹത്യ നടന്നിട്ട് 23 വർഷം പിന്നിടുകയാണ്. ആ വംശഹത്യയുടെ കാലത്ത് ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോ ഉണ്ട്. ഒരു ഭാഗത്ത് കുത്തബുദ്ദീൻ അൻസാരി, ഒരു മുസ്ലിമായിട്ടുള്ള തയ്യൽക്കാരൻ, മറുഭാഗത്ത് അശോക് മോച്ചി. അശോക് മോച്ചി ആരാ? പട്ടികജാതിയിൽപ്പെട്ട ഒരു യുവാവ്. അന്ന് മോച്ചിയുടെ നെറ്റിയിൽ കാവി തലക്കെട്ട്, അതുപോലെ തന്നെ കാവി പൊട്ട് തൊട്ടുകൊണ്ട് ഒരു കൈയിൽ ശൂലമേന്തിക്കൊണ്ടുള്ള ആ അശോക് മോച്ചിയുടെ ചിത്രം നമ്മളാരും മറന്നുപോയിട്ടില്ല. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയാണ്. ചെരുപ്പ് കുത്തിയായിട്ടുള്ള പട്ടികജാതിക്കാരനായിട്ടുള്ള അശോക് മോച്ചിയെ ആ കലാപത്തിനു വേണ്ടി സംഘപരിവാർ ശക്തികൾ ഉപയോഗിച്ചു. ഇപ്പോൾ 23 വർഷത്തിന് ശേഷം ഈയിടെ ഒരു യൂട്യൂബർ ഗുജറാത്തിൽ പോയി അശോക് മോച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനത് കണ്ടു. ചെരുപ്പ് കുത്തി, ഇപ്പോഴും ചെരുപ്പ് കുത്തിയാണ് എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ. അതാണ് പട്ടികജാതിക്കാരെ ഉപയോഗിച്ച്
വംശഹത്യ നടത്തുക, മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പട്ടികജാതിക്കാരെ ഉപയോഗിക്കുക. ഇത് ഗാന്ധി വധത്തിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് അത്. അപ്പോൾ പട്ടികജാതിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വലിച്ചെറിയുക. ഇവിടെ പട്ടികജാതിക്കാരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത സംഘപരിവാറിൻ്റെ ആളുകൾ പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു കലാകാരനെ ആക്ഷേപിക്കുക. ഇതിനെതിരായിട്ട് പൊതുസമൂഹം ശക്തമായി പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലത്തെ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടി, വംശീയമായ അധിക്ഷേപം കൂടി ഉണ്ടായിരുന്നു. അതായത് ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി കേരളത്തിലെത്തി കേരളത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് വേടൻ എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് പാകിസ്ഥാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ്റെ അനുഗ്രഹത്തോടു കൂടി ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഈ ഭീകരാക്രമണം നടത്തി 26 വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അതിനെതിരായി രാജ്യത്തുടനീളം മതാതീതമായിട്ട്, വിശ്വാസത്തിന് അതീതമായിട്ട് എല്ലാവരും ഈ ആക്രമണത്തെ അപലപിച്ചു. ഇന്ന് ലോക സമൂഹം തന്നെ ഈ പാകിസ്ഥാൻ്റെ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള എതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഏത് പ്രശ്നത്തെയും മതവർഗീയതക്കനുസരിച്ച് വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാമർശവും. അല്ല, ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഇപ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം കഞ്ചാവ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് സർക്കാർ. അതിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ച വേടൻ തനിക്ക് തെറ്റുപറ്റിയെന്നും ആ തെറ്റ് തിരുത്തി സമൂഹത്തിൽ ലഹരിമുക്ത ജീവിതത്തിലേക്ക് ഞാൻ കടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന ഏതൊരാളും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അതിനെപ്പോലും ആക്ഷേപിക്കുന്ന നിലപാടാണ് ഈ വിശാല ഹിന്ദു ഐക്യമോ ഒക്കെ പറയുന്ന ഈ വിഷജീവികൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ താങ്കൾ ചോദിച്ചിട്ടുള്ള ദേശീയപാതയിലെ ചില സ്ഥലത്തുള്ള വിള്ളലുകൾ ഇടിഞ്ഞു വീണിട്ടുള്ള സംഭവം തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കണം. ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് സാങ്കേതികമായിട്ടുള്ള മേൽനോട്ടവും മറ്റ് മേൽനോട്ടവും എല്ലാം വഹിക്കുന്നത്. അത് സംബന്ധിച്ച് സമഗ്രമായിട്ട് അന്വേഷണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നു കഴിഞ്ഞാൽ 2 അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയാണല്ലോ ഈ NH-66. തലപ്പാടിയിൽ ആദ്യത്തെ റീച്ചിൻ്റെ വർക്കാരെ ഏറ്റെടുത്തത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അതാണ് മഹാനായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ തുടക്കം കുറിച്ച ഒന്നാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അപ്പോൾ ഇന്ത്യയിലെ വലിയ നിർമ്മാണ കമ്പനികളുമായിട്ട് മത്സരിച്ചുകൊണ്ട് അവരെടുത്തിട്ടുള്ള ആ വർക്ക് തീർച്ചയായിട്ടും അത് പൂർത്തീകരിച്ചു. അത് ഏറ്റവും നല്ല പ്രവൃത്തിയായിരുന്നു. ഇവിടെ ചിലയിടത്ത് വിള്ളലുകളും തകർച്ചയും ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് സമഗ്രമായിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കണം. ഉത്തരവാദികൾക്കെതിരായിട്ടുള്ള കർശനമായിട്ട് നടപടിയെടുക്കണം. ഓക്കെ. ഈ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഒരു ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്ന് പറയുന്നു. അല്ല, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വക്താക്കളോട് അത് സംബന്ധിച്ച് ചോദിക്കുന്നത് നല്ലത്. ഓക്കെ.